ശ്രീമന്നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം ശ്ലോകം 6. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. തത്സേവായ വൈഭവാത് ദുർനിരോധം യുത്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവൈര്യം വ്യഥാസ്തും. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, തടാകത്തിലിറങ്ങി ക്രീഡിച്ച് രസിച്ചിരുന്ന ആ ഗജേന്ദ്രന്റെ കാലില് ദേവലമുനിയുടെ ശാപം മൂലം മുതലയായി തീർന്ന ഹുഹു എന്നു പേരുള്ള ഗന്ധർവൻ പിടികൂടി. രണ്ടുപേർക്കും ശാപമോക്ഷത്തിനുള്ള സമയം ആഗതമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചത്. ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആനകളെല്ലാം ഗജേന്ദ്രനെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. മടുത്തെല്ലാവരും പോയി. ഗജേന്ദ്രൻ കാലിലെ വിടുവിക്കുവാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കി, പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല. സേവായ വൈഭവാത്, ഭഗവത് ഭക്തിയുടെ ആ മഹത്വം കൊണ്ട് വത്സരാണാം സഹസ്രം, 1000 കൊല്ലം ഇവിടെ ദുർനിരോധം, അതായത് ഇങ്ങോട്ട് തോൽപ്പിക്കാതെ, 1000 വർഷം തോൽക്കാതെ എതിർത്ത് നിന്ന യുദ്ധന്തം എതിർത്ത് നിന്ന തം ഹസ്തിവര്യം, ആ ഗജേന്ദ്രനെ ഭഗവത് ഭക്തിയുടെ ആ മഹത്വം കൊണ്ട്, ഇന്ദ്രദ്യുമ്നനായിരുന്ന സമയത്ത് ഭഗവത് ഭക്തിയിൽ മുഴുകിയിരുന്നപ്പോഴാണ് ഈ ശാപം കിട്ടുന്നത് തന്നെ. അങ്ങനെ ഭഗവത് ഭക്തനായിട്ടുള്ള ആ ഇന്ദ്രദ്യുമ്നന്റെ ആ ഭക്തിയുടെ മഹത്വം കൊണ്ട് മുതലയ്ക്ക് ഗജേന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഗജേന്ദ്രൻ പിടിച്ചു നിന്നു 1000 കൊല്ലം. കാല് വലിക്കാൻ നോക്കും, കിട്ടില്ല. മുതല വെള്ളത്തിലേക്ക് വലിച്ചു താഴ്ത്താൻ നോക്കും, അങ്ങോട്ടും പോവില്ല. അങ്ങനെ എതിർത്ത് അവിടെ നിന്നു. അങ്ങനെ നിന്ന ഗജേന്ദ്രനെ പദൈകാഗ്രസിദ്ധ്യൈ, നിന്തിരുവടിയുടെ ആ പാദങ്ങളില് ഏകാഗ്രതാ സിദ്ധിക്ക് വേണ്ടി സമയമായപ്പോൾ, കാലേ പ്രാപ്തേ സതി, സമയമായപ്പോൾ ഭഗവാന്റെ ആ പാദങ്ങളില് ഏകാഗ്രതയോടുകൂടി സ്മരിക്കുവാൻ, ഭഗവാന്റെ ആ പാദങ്ങളില് ഭക്തനായിട്ട് നിൽക്കുവാൻ ഉള്ള സമയമായപ്പോൾ, ഏകാഗ്രമായ മനസ്സോടുകൂടി മറ്റൊന്നിലേക്കും ചിന്ത പോകാതെ ഭഗവത് പാദങ്ങളെ മാത്രം സ്മരിക്കുവാനുള്ള ആ ഒരു സമയമായപ്പോൾ, ത്വം നക്രാക്രാന്തം വ്യഥ, ത്വം നിന്തിരുവടി ഇവിടെ നക്രാക്രാന്തം വ്യഥ, മുതലയ്ക്ക് കീഴടങ്ങുന്നവനാക്കി ചെയ്തു എന്ന് വെച്ചാല്, ഇവിടെ ഇന്ദ്രദ്യുമ്നൻ എന്ന ഈ ഗജേന്ദ്രൻ 1000 സംവത്സരം മുതലയുടെ വിടുവിക്കുവാൻ നോക്കി നിന്നു. മുതലയ്ക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റിയില്ല, വെള്ളത്തിലേക്ക് വലിച്ചു താഴ്ത്തി കൊണ്ടുപോകാൻ പറ്റിയില്ല. അവസാനം ഇവിടെ മുതലയ്ക്ക് കീഴടങ്ങുന്നവനായി ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കി തീർത്തു ഭഗവാൻ. കാരണം ഇവിടെ ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കുവാനുള്ള സമയം ആയിരിക്കുന്നു. സ്വന്തം ശക്തി കൊണ്ട് രക്ഷയില്ല എന്ന് ബോധ്യം വരുത്തി ആ ആനയ്ക്ക് പഴയ ഓർമ്മകൾ ഉണ്ടാക്കി ഭഗവാൻ. അപ്പൊ ആ ഭഗവത് ഭക്തിയിലേക്ക് ആ ആനയുടെ മനസ്സ് വന്നു. അപ്പൊ ഇവിടെ തൻ്റെ ആ തെറ്റുകളെല്ലാം ശമിച്ച് മുക്തി മാർഗത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരുവാൻ ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ് എന്ന് ഇതിൽ നിന്നും നമുക്ക് ബോധ്യമാകും.
ഭഗവത് പ്രേരണ കൊണ്ടല്ലാതെ, ഭഗവാന്റെ പ്രേരണ കൊണ്ടല്ലാതെ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല എന്നിവിടെ ഭട്ടതിരിപ്പാട് വീണ്ടും വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അപ്പൊ ഭഗവാനെ ഭജിക്കേണ്ട ആ സമയം വന്നപ്പോഴ് ഏകാഗ്രമായ മനസ്സോടെ ഭഗവാനെ മാത്രം ചിന്തിക്കുവാനുള്ള ആ ഒരു മനസ്സ് ഇവിടെ ഭഗവാൻ ഗജേന്ദ്രന് ഉണ്ടാക്കി തീർത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗജേന്ദ്രൻ ഈ മുതലയോടുള്ള ആ പിടിവലിയിൽ നിന്നും പതുക്കെ ഒന്ന് അഴിഞ്ഞു. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പോഴാണ് ഭഗവാനെ കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും ആവട്ടെ എന്നുള്ള കരുതിയിൽ ആ പിടിവലിയിൽ നിന്നും പതുക്കെ അയഞ്ഞു നിന്നോടെ. എന്നിട്ട് ഭഗവാനെ സ്മരിക്കാൻ തുടങ്ങി. പൂർവസ്മരണ. പണ്ട് ഒരുപാട് ഭഗവാനെ ഭജിച്ചതാണ്. ആ ഓർമ്മ പെട്ടെന്ന് മനസ്സിലേക്ക് വരുത്തുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.